Good morning all. Share the screen visible alle. Kana pattunnille. Yes, miss. Okay. Public corporation. ഇന്നലെ എടുത്തതിന്റെ ബാക്കി പോർഷൻസ് ആണ് എടുക്കുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് എന്താ ലാസ്റ്റ് മാത്രം പറ പബ്ലിക് കോർപ്പറേഷൻ അതായത് companies or business enterprises under the control of central government, state government or jointly by both or local government അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ public enterprises are mainly classified into 3 categories: government department, public corporation, last one ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്, 3 ക്ലാസിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് വൺ വരുന്നത് ഗവൺമെന്റ് കമ്പനികളാണ്. അപ്പൊ എല്ലാ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും these 3 are same but not same. They have their own differences. അപ്പൊ അതിന്റെ പെർഫോമൻസിലും അത് മാനേജ് ചെയ്യുന്നതിലും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലെല്ലാം അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പറഞ്ഞത്. അതായത് നമ്മളെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മിനിസ്റ്റർ ആണ് അതിന്റെ എന്താ പറയാ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. ആ പെർട്ടിക്കുലർ മിനിസ്ട്രിയിൽ വരുന്നതായിരിക്കും. ആ പെർട്ടിക്കുലർ മിനിസ്റ്റർ ആയിരിക്കും അതിന്റെ അപ്പെക്സ് അതോറിറ്റി വരുന്നത്, ഏറ്റവും ടോപ്പിൽ വരുന്നത്. അതിന്റെ അണ്ടറിൽ കുറെ ഒഫീഷ്യൽസ് ഉണ്ടാവും. ആ എംപ്ലോയീസ് ഒക്കെ സെലക്ടഡ് ബൈ KPSC or UPSC, പബ്ലിക് സെർവന്റ് ആണ് അവര്. അതായത് ഗവൺമെന്റിന്റെ എക്സാം എഴുതിയിട്ട് PSC എക്സാം അല്ലെങ്കിൽ സെൻട്രൽ PSC UPSC ഒക്കെ എഴുതിയിട്ട് അങ്ങനെ ക്വാളിഫൈഡ് ആവുന്ന ആൾക്കാരാണ് അവിടെ എംപ്ലോയീസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി വീണ്ടും നോക്കുന്നില്ല, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞാണ്. നമുക്ക് ഒത്തിരി ടോപ്പിക് തീർക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് എന്താണെന്നുള്ളത് നോക്കാം. പബ്ലിക് എന്റർപ്രൈസസിൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പോകുന്നത് പബ്ലിക് കോർപ്പറേഷൻ ആണ്. പബ്ലിക് കോർപ്പറേഷൻ നമുക്ക് ഒരുപാട് പബ്ലിക് കോർപ്പറേഷൻ ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഒത്തിരി പബ്ലിക് കോർപ്പറേഷൻ പറയാനുണ്ട്. പബ്ലിക് കോർപ്പറേഷന്റെ മീനിങ് എന്താണ് ഫസ്റ്റ് നോക്കാം. പബ്ലിക് കോർപ്പറേഷൻ ആണ് സാധാരണ നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ജനറൽ പബ്ലിക് ഒക്കെ ഷെയർസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ അതാണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള കമ്പനികൾ അവരെ ക്യാപിറ്റല് പ്രൊക്യൂർ ചെയ്യുന്നത് ത്രൂ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദി ജനറൽ പബ്ലിക്. അതായത് പബ്ലിക്കിന്റെ അടുത്തുനിന്ന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ആ പ്രോസ്പെക്ടസ് വഴി പബ്ലിക് ഈ കമ്പനികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യും. അപ്പൊ കമ്പനിക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാല്. അതായത് പബ്ലിക് കോർപ്പറേഷൻ ഈസ് എ കോർപ്പറേറ്റീവ് ബോഡി, മീൻസ് ഇറ്റ് ഈസ് എ കമ്പനി ക്രിയേറ്റഡ് ബൈ ദി പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പബ്ലിക് കമ്പനികളാണെങ്കിൽ അത് പാർലമെന്റിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ, അതിന്റെ ക്രിയേഷന്റെ കാര്യങ്ങളൊക്കെ പാർലമെന്റ് അംഗീകരിക്കണം. അപ്പൊ ക്രിയേറ്റഡ് ബൈ പാർലമെന്റ്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് അതിന്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികൾ സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആ സ്പെഷ്യൽ ആക്ടിൽ തന്നെ ആ കമ്പനികളിലെ ആൾക്കാർ ഫോളോ ചെയ്യേണ്ട പവേഴ്സും മാനേജേഴ്സ് ഡ്യൂട്ടീസും ഫങ്ഷൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ ആക്ടില് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി പറയാം പബ്ലിക് കോർപ്പറേഷൻ എന്താന്നുള്ളത്. പബ്ലിക് കോർപ്പറേഷൻ മീൻസ് ഇറ്റ് ഈസ് എ കോർപ്പറേറ്റീവ് ബോഡി ക്രിയേറ്റഡ് ബൈ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അവിടെ പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയാനുള്ള റീസൺ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് എന്റർപ്രൈസസ് ആർ ക്രിയേറ്റഡ് എയ്തർ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ അതിന്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് പാർലമെന്റിലാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാണ് അതിന്റെ ബാക്കിയുള്ള ഫർദർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തേണ്ടത്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ആക്ടും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. പാർലമെന്റിലായാലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയാലും ആ പെർട്ടിക്കുലർ ആക്ടില് സ്പെഷ്യൽ ആക്ട് ഡിഫൈൻ പവേഴ്സ്, ഡ്യൂട്ടീസ്, ഫങ്ഷൻ ആൻഡ് ലെവൽ ഓഫ് മാനേജ്മെന്റ് എക്സെട്ര. അപ്പൊ ഇതിന് എന്താ പറയാ കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യണോ, അത് കമ്പനീസ് ആക്ടിനേക്കാൾ കൂടുതൽ ഇതിൻ്റെതായിട്ടുള്ള ആക്ട് വരുന്നുണ്ട്. ആ സ്പെഷ്യൽ ആക്ടിലാണ് ഈ കമ്പനികൾ ഫോളോ ചെയ്യേണ്ട ഡ്യൂട്ടീസും പവേഴ്സും അതേപോലെ തന്നെ മാനേജേഴ്സിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ആ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും സ്പെഷ്യൽ ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പ്ലീസ് അൺമ്യൂട്ട്. ആരും ഒരാൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ.
സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ എന്താ പറയാ നമ്മളെ സൂമിലുള്ള മീറ്റിന്റെ ഇത് കാണാൻ വേണ്ടി പറ്റില്ല സ്ക്രീൻ, അതുകൊണ്ടാണ്. അല്ലെ ഞാൻ തന്നെ മ്യൂട്ട് ചെയ്യായിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്യല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലാതെ വെറുതെ അൺമ്യൂട്ട് ചെയ്യരുത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പബ്ലിക് എന്റർപ്രൈസ് ആണ് പറഞ്ഞത്. പേജ് ക്ലിയർ കേട്ടാ മിസ്, പേജ് കാണുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. എന്താ കാണാതെ? ഇല്ല, ഇതിലിങ്ങനെ ഇത് ബ്ലോക്ക് നാട്ട് കാണിക്കുന്നുണ്ട്. ബ്ലോക്ക് 1 ബ്ലോക്ക് 2 അങ്ങനെ ഓരോ ഇതേ കാണിക്കുന്നുണ്ട്. ശരിക്ക് കാണുന്നില്ല. പബ്ലിക് കോർപ്പറേഷൻ എന്നുള്ള സ്ക്രീന് വിസിബിൾ അല്ല, അതാണ് ഞാൻ ഇപ്പൊ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇല്ല, അത് വിസിബിൾ അല്ല. ബിസിനസ് എന്റർപ്രൈസ് അങ്ങനെ ബ്ലോക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണുള്ളത്? എല്ലാവർക്കും അങ്ങനെ തന്നെയുള്ള. ഓക്കെ, ഇപ്പം കാണുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം. ഇപ്പോഴോ? കാണുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ഓക്കെ ആണല്ലേ. ഓക്കെ, 2 സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ടായി, അതിൽ ഒന്ന് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, അതാണ് പ്രോബ്ലം വന്നത്. അപ്പൊ പബ്ലിക് കോർപ്പറേഷൻ ആണ് പറഞ്ഞത്. പിന്നെ പബ്ലിക് കോർപ്പറേഷൻ പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പബ്ലിക് കോർപ്പറേഷന്റെ പേർപ്പസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് എന്റർപ്രൈസസിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് വരുന്നത് പബ്ലിക് എന്റർപ്രൈസസിന്റെ? ആ സെയിം ഒബ്ജക്റ്റീവ് തന്നെയാണ് പബ്ലിക് കോർപ്പറേഷന് വരിക. ബട്ട് അത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് പറയാൻ വേണ്ടി പറ്റുമോ? ഈസ് ഇറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓർ സം അതർ ഒബ്ജക്റ്റീവ്? What is the main objective of this type of public enterprises? എന്താണ് പബ്ലിക് എന്റർപ്രൈസസിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് വരുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ? എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്? പറയൂ, ആരെങ്കിലും ഒരാൾ പറയോ? കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഒരാൾ പറയോ? വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്? Is it to maximum profit? That's the main objective of this type of public enterprises, or this type of enterprises having some other objective? എന്താണ് ഒബ്ജക്റ്റീവ് വരുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ? അല്ല. എന്താണ് അപ്പോ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? സൊസൈറ്റിന്റെ ഡെവലപ്മെന്റ്, സർവീസ് ടു ദി സൊസൈറ്റി ആണല്ലേ. ഇക്കണോമിക് ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് പോവർട്ടി ഇറാഡിക്കേഷൻ, അങ്ങനെ ഒത്തിരി എന്താ പറയാ സോഷ്യൽ സർവീസ് പോലെ തന്നെ അങ്ങനെയുള്ള സോഷ്യൽ ഒബ്ജക്റ്റീവ് ആണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് അല്ല വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പബ്ലിക് കോർപ്പറേഷൻ അതായത് പബ്ലിക് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില റീസൺസ് ഉണ്ട്, ഗവൺമെന്റ് പറയുന്ന ചില റീസൺസ് ഉണ്ട്. ആ പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ നമുക്ക് നോക്കാം. ടു ട്രാൻസ്ഫർ ദി ബിസിനസ് ഓഫ് എ നാഷണലൈസ്ഡ് അണ്ടർടേക്കിംഗ്സ് ടു ദി കോർപ്പറേഷൻ. അതായത് ഇവിടെ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ അവരെ അണ്ടറിലാണ് ഈ ബിസിനസ് നടത്തുന്നത്. അപ്പൊ നാഷണലൈസ്ഡ് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന ഒരു ബിസിനസ് ആണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോൾ ആയിരിക്കും. അപ്പൊ ബിസിനസ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എന്താണ് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, ഗവൺമെന്റ് ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ടു ട്രാൻസ്ഫർ ദി ബിസിനസ് ഓഫ് എ നാഷണലൈസ്ഡ് അണ്ടർടേക്കിംഗ്സ് ടു ദി കോർപ്പറേഷൻ. അതായത് ഒരു ഗവൺമെന്റ് എങ്ങനെ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ബിസിനസ് നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ to facilitate the acquisition of undertakings belonging to an existing company. ചിലപ്പോ നിങ്ങൾക്ക് അത് merger acquisition എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. acquisition എന്ന് പറഞ്ഞാല് കമ്പനി കേസിൽ വരുന്ന ചില കാര്യങ്ങളാണ്. merger ഉണ്ട്, acquisition ഉണ്ട്, ടേക്ക് ഓവർ എന്നെല്ലാം നമ്മൾ പറയും. merger എന്ന് പറഞ്ഞാല് ഇപ്പൊ 2 കമ്പനികള് വർക്ക് ടുഗദർ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഒത്തിരി വെഹിക്കിളിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഹീറോ ഹോണ്ട അല്ല മേർജ് ചെയ്തത്, രണ്ട് വേറെ വേറെ കമ്പനികൾ ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു. അതേപോലെ എക്വിസിഷൻ ഉണ്ട്. എക്വിസിഷൻ എന്ന് പറഞ്ഞാല് ലോസിൽ റൺ ചെയ്യുന്ന ഒരു കമ്പനി, അതായത് ഇപ്പൊ ഒരു വൈൻഡിങ് അപ്പിന്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു കമ്പനീനെ
ഒരു എന്താ പറയാ ഒരു സർവൈവ് ചെയ്യുന്ന കമ്പനി, ഒരു പ്രോഫിറ്റബിൾ കമ്പനി അത് എക്വയർ ചെയ്യുന്നത്, അതിനെ ഏറ്റെടുക്കുക. അപ്പൊ രണ്ടും കൂടി പിന്നീട് ആ ഒരു ലോസിലുള്ള കമ്പനി വേറൊരു പേരിലൊക്കെ അറിയപ്പെടും. അങ്ങനെയുള്ള എക്വിസിഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കേസിൽ പബ്ലിക് എന്റർപ്രൈസസിന്റെ കേസിൽ എക്വിസിഷൻ എല്ലാം പോസിബിൾ ആ. അതായത് നിലവിലുള്ള ഒരു കമ്പനീനെ വേണമെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്മളെ പബ്ലിക് കമ്പനിക്ക് ഏറ്റെടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എക്വിസിഷൻ എന്ന് പറയുന്ന ഒരു ചാൻസ് അവിടെ എന്താ പറയാ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പബ്ലിക് എന്റർപ്രൈസസിന്റെ കേസിൽ മാത്രമല്ല, എല്ലാ കമ്പനിയുടെ കേസിൽ എക്വിസിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ, ആ ഒരു ഏറ്റെടുക്കുന്നത് പോസിബിൾ ആണ്. അതേപോലെ പിന്നെ പറയുന്നത് പ്രൊമോട്ട്, ഡെവലപ്പ് ആൻഡ് ഓപ്പറേറ്റ് സർട്ടൻ സ്കീം. അതായത് സൊസൈറ്റീന്റെ ഡെവലപ്മെന്റ് പ്രൊമോട്ട്, ഡെവലപ്പ് ചെയ്യുക, മീൻസ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലെ, പോവേർട്ടി ഇറാഡിക്കേഷൻ, അങ്ങനെ ചില സ്കീമിന്റെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ചില സ്കീം ഡെവലപ്മെന്റ് ചെയ്യുക, അല്ലെ ചില ഏരിയാസ് ഡെവലപ്മെന്റ് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പല ഏരിയാസിൽ, ചിലപ്പോൾ നമ്മൾക്ക് ബാക്ക്വേർഡ് ഏരിയാസിൽ പബ്ലിക് എന്റർപ്രൈസസിനെ കാണാൻ വേണ്ടി പറ്റും. അത് ആ ഒരു ഏരിയയുടെ പെർട്ടിക്കുലർ ഏരിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ സർവീസും അതേപോലെ തന്നെ യൂട്ടിലിറ്റി സർവീസും എല്ലാ പബ്ലിക്കിനും ഒരു എന്താ പറയാ ഈ പറയുന്ന ഇൻകത്തിന്റെ ബാരിയറോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ ആക്കി കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യാം. എല്ലാ സർവീസും, എല്ലാ യൂട്ടിലിറ്റി സർവീസ് എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും പ്രൊവൈഡ് ചെയ്യുക. അതും പബ്ലിക് എന്റർപ്രൈസസിന്റെ എക്സാമ്പിളിലെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ to provide regulation and control of the working and operation of an institution. അതായത് ഗവൺമെന്റ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാത്തിനും ഗവൺമെന്റിന്റെ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ വർക്കിങ്ങിലും ഓപ്പറേഷനും എല്ലാം ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാം ഒരു പ്രോപ്പറായ രീതിയിൽ കൺട്രോൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മള് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള കമ്പനീസ് ആണ് പഠിക്കുന്നത്. ഗവൺമെന്റിന്റെ എന്താ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ പബ്ലിക് എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നോക്കേണ്ടത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളാണെങ്കിൽ കൂടി ഇവിടെ റെഡ് ടാപ്പിസോ അതേപോലെ തന്നെ കറപ്ഷൻ ഒക്കെ കൂടുതലായി നമുക്കറിയാം. നമ്മൾ പബ്ലിക് എന്ന രീതിയിൽ നമ്മൾക്ക് നേരിട്ട് അറിയുന്നതാണ്. പ്രൈവറ്റ് എന്റർപ്രൈസസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാൽ പ്രാക്ടീസ്, ഇങ്ങനെയുള്ള കറപ്ഷനും അതേപോലത്തെ റെഡ് ടാപ്പിസും ഒക്കെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് ദീസ് ടൈപ്പ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസിലാണ്. അപ്പൊ പേർപ്പസ്, എയിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇതേ പോയിന്റ് തന്നെ നമ്മൾ ഡ്രോബാക്സിൽ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പബ്ലിക് എന്റർപ്രൈസ്. അപ്പൊ പബ്ലിക് എന്റർപ്രൈസ് പറഞ്ഞു കഴിഞ്ഞില്ല. പബ്ലിക് എന്റർപ്രൈസസിന്റെ ക്ലിയർ കട്ട് മീനിങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് പബ്ലിക് എന്റർപ്രൈസ് ക്യാപിറ്റൽ പ്രൊക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള നോക്കിയാൽ മതി. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ഗവൺമെന്റ് എന്റർപ്രൈസ് പറയാനുണ്ട്. അപ്പോഴാണ് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. പബ്ലിക് എന്റർപ്രൈസ് അവർക്ക് ആവശ്യമായ ക്യാപിറ്റല് പ്രൊക്യൂർ ചെയ്യുന്നത് ആദ്യം അവര് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. പ്രോസ്പെക്ടസ്, അതായത് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാല് ഇൻവൈറ്റിംഗ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഷെയർസ്. അതൊരു അഡ്വർടൈസ്മെന്റ് പോലെയാണ്. ഇപ്പം കമ്പനി, ഒരു പബ്ലിക് കമ്പനി ഇത്ര ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ പേപ്പർ ഒക്കെ നോക്കിയാൽ അതിൽ കാണാൻ വേണ്ടി പറ്റും ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. അതായത് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു എന്താ പറയാ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു നോട്ടീസിനെ ലെറ്ററിനെ പറയുന്ന പേരാണ് പ്രോസ്പെക്ടസ്. അപ്പൊ പ്രോസ്പെക്ടസ് റീഡ് ചെയ്യുന്ന നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ആ പെർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട്, അതായത് നമ്മൾ അവിടെ ആ കമ്പനിയിലെ ഷെയർ നമ്മൾ പൈസ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യും. അപ്പോ മെയിൻ ആയിട്ട് പബ്ലിക് കമ്പനി ക്യാപിറ്റൽ പ്രിക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രൂ ദി ഇഷ്യൂ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ടു ദി ജനറൽ പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടാണ് പബ്ലിക് കമ്പനി. അല്ലാതെ പബ്ലിക് കമ്പനിക്ക് വേറൊരു രീതിയിലുള്ള സോഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ല ഉള്ളത്. മുഴുവൻ ക്യാപിറ്റലും മീൻസ് 75% ക്യാപിറ്റലും പ്രിക്യൂർ ചെയ്യുന്നത് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും. നമ്മളെ പോലുള്ള ആൾക്കാരാണ് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ കൂടുതൽ ഷെയർ എടുത്ത ആൾക്കാർക്ക് കൂടുതൽ വോട്ടിംഗ് റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാല്. പക്ഷെ പബ്ലിക് കമ്പനിക്ക് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ പബ്ലിക്കിൻ്റെതാ. അതുകൊണ്ട് തന്നെ പബ്ലിക് കമ്പനി ഹാവ് അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് ജനറൽ പബ്ലിക്. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ആൻസർ തരേണ്ടതാ. ഓരോ ഇയർ എൻഡിലും അക്കൗണ്ടിങ് ഇയർ കഴിയുമ്പോഴെല്ലാം അവര് കൃത്യമായിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് അവര് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡ്രോ ചെയ്യണം, ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യണം. ഡ്രോ ചെയ്താൽ മാത്രം പോരാ, അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ വേണം. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്, അല്ലെ,
നമ്മളാണ് അതിന്റെ അങ്ങനെയുള്ള കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പബ്ലിക് ആയിരിക്കും. അപ്പൊ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എപ്പോഴും ഈഗറായിട്ട് അവർക്ക് എപ്പോഴും വെയിറ്റിംഗ് ആണ് ആ കമ്പനിയുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്തണം. അതേപോലെ കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് പബ്ലിഷ് ചെയ്യണം. അതൊക്കെ ചെയ്യേണ്ട കമ്പനി. പബ്ലിക്കിനോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ബാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ആൻസർ പറയാനുള്ള ബാധ്യത പബ്ലിക് കമ്പനിക്ക് ഉണ്ട്. കാരണം അവര് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് അല്ലെ, അവര് ക്യാപിറ്റൽ മുഴുവനും കോൺട്രിബ്യൂട്ട് ചെയ്തത് പബ്ലിക്കിന്റെ ഇടയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ദീസ് ടൈപ്പ് ഓഫ് പബ്ലിക് കമ്പനി ഹാവ് അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് ജനറൽ പബ്ലിക്. അവര് എന്താ പറയാ, അവരെ ഒബ്ലിഗേഷൻ ആണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് പബ്ലിഷ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒരു പബ്ലിക് കമ്പനി ഇയർ എൻഡിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കമ്പനിയുടെ ഒഫീഷ്യൽസ്, ഓതറൈസ്ഡ് പേഴ്സൺസ് അതിന് അക്കൗണ്ടബിൾ ആയിരിക്കും. അവർക്ക് പ്രോസിക്യൂഷൻ അങ്ങനെയുള്ള ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ അതാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പബ്ലിക് കമ്പനികൾക്ക് ഇവിടെ എക്സാമ്പിൾ, നിങ്ങൾ പബ്ലിക് കമ്പനി ആണോ എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാവുക? പബ്ലിക് കമ്പനിക്ക് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ PVT ലിമിറ്റഡ്, PVT പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേര് നിർബന്ധമായിട്ടും വെക്കണം. PVT കമ്പനിയുടെ പേരിന്റെ അവസാനം PVT പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ടേം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പബ്ലിക് കമ്പനി ആണെങ്കിൽ ജസ്റ്റ് ലിമിറ്റഡ് എന്ന് മാത്രമേ ഉണ്ടാവൂ, LTD. ഓക്കെ, കമ്പനിയുടെ പേരിന്റെ ലാസ്റ്റില് LTD എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരുപാട് പബ്ലിക് കമ്പനികൾ ഉണ്ട്. പബ്ലിക് കമ്പനികള് ക്യാപിറ്റൽ പ്രൊക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയിനോ? ഹൗ ദീസ് ടൈപ്പ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്, പബ്ലിക് കമ്പനി പ്രൊക്യൂർ ക്യാപിറ്റൽ. ക്ലിയർ ആയോ? അപ്പൊ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള രണ്ടുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്ന് പറയാം, ആരെങ്കിലും ഒരാൾ പറയാം, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും വേണ്ട, മീനിങ് മാത്രം പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരാള് എടുത്തതിൽ എന്തെങ്കിലും മനസ്സിലാക്കിയോന്ന് അറിയാനാണ് ചോദിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. എനിവൺ? ആരെങ്കിലും ഒരാൾ പറയൂ. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും പബ്ലിക് കമ്പനിയുമാണ് ഇന്ന് പറഞ്ഞത്. ഇന്നലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, ഇന്ന് പബ്ലിക് കമ്പനി പറഞ്ഞു. എന്തെങ്കിലും ഒരു മനസ്സിലാക്കിയ പോയിന്റ് പറയൂ. എങ്ങനെയാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ക്യാപിറ്റൽ അവർക്ക് ആവശ്യമില്ല സോഴ്സ് ഓഫ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്? എങ്ങനെയാ അത് പറഞ്ഞാൽ മതി. അത് കൃത്യമായിട്ട് അറിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതാം. ഹൗ ദീസ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊക്യൂർ റിക്വയർഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പാർലമെന്റിലൂടെ പാസ്സാക്കി എടുക്കുകയല്ലേ ഫണ്ട്? അതെ, ബഡ്ജറ്റിൽ അല്ലെ. അവർക്ക് ആവശ്യമുള്ള എമൗണ്ട് ഗവൺമെന്റ് ബഡ്ജറ്റിൽ നീക്കി വെക്കുവാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ പബ്ലിക് കമ്പനി എങ്ങനെയാണ് ക്യാപിറ്റൽ പ്രിക്യൂർ ചെയ്യുന്നത് മനസ്സിലായോ? ഞാനിപ്പം കേറിയുള്ളൂ, അപ്പോ കേട്ടില്ലേ. ഓക്കെ, അപ്പൊ പബ്ലിക് കമ്പനി അവർക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ പ്രിക്യൂർ ചെയ്യുന്നത് ത്രൂ ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു പബ്ലിക്കിന്. ആ പ്രോസ്പെക്ടസ് റീഡ് ചെയ്യുന്ന ജനറൽ നമ്മളെ പോലുള്ള ആൾക്കാര് കമ്പനിയുടെ ഷെയർ എടുക്കുന്നു. അപ്പൊ ശരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നത് പബ്ലിക് ആണ്. അപ്പൊ പബ്ലിക് ആണ് ശരിക്കും ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് ആണെന്ന് പറഞ്ഞു. പബ്ലിക് അടുത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ പറയുന്ന പബ്ലിക് കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ ആയിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? പബ്ലിക് കമ്പനിക്കാണ് ഇഷ്യൂ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് പബ്ലിക് കമ്പനിക്ക് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ പബ്ലിക് കമ്പനിയുടെ എക്സാമ്പിൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്,
പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പബ്ലിക് കമ്പനിയാണ്. കാരണം സ്റ്റേറ്റ് ബാങ്ക്, അതായത് സ്റ്റേറ്റ് ബാങ്ക് ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സ്പെഷ്യൽ ആക്ട് പ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും നമുക്ക് നിങ്ങൾക്ക് കാണുന്നില്ല സ്റ്റേറ്റ് ബാങ്ക്. നമ്മളിപ്പോ ഷെയർ മാർക്കറ്റില്, ക്യാപിറ്റൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ എന്താ പറയുക, ചില ആൾക്കാരുണ്ടാവും ഇപ്പോഴും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയറിന്റെ പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതിന്റെ മീനിങ് അത് നമ്മളെ പോലെയുള്ള പബ്ലിക്കിന് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ SBI എന്ന് പറയുന്ന ഒരു പബ്ലിക് കോർപ്പറേഷൻ ആണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് പബ്ലിക് കോർപ്പറേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതിന്റെയൊക്കെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിയുടെ ബാക്കി വരുന്ന ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ഫീച്ചർ പറയുന്നു, പബ്ലിക് കമ്പനീസ് ആർ ക്രിയേറ്റഡ് ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് ലെജിസ്ലേച്ചർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പബ്ലിക് കമ്പനി ഒന്നുകിൽ പാർലമെന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ടാണ് അത് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് ക്രിയേറ്റഡ് ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് ലെജിസ്ലേച്ചർ. Then ഈ ആക്ടിലാണ്, ദിസ് ആക്ട് ഡിഫൈൻ ദി പവേഴ്സ്, പ്രിവിലേജസ്, ഡ്യൂട്ടീസ് ആൻഡ് അതർ റിലേഷൻഷിപ്പ് ടു ദി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പൊ SBI ആ ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വരുന്ന കുറെ കാര്യങ്ങൾ ഇവര് ഫോളോ, ഇവിടെയുള്ള മാനേജേഴ്സ് ഫോണിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഗവൺമെന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സ്പെഷ്യൽ ആക്ടിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടും ആ ഒരു പെർട്ടിക്കുലർ ആക്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് ബോഡി. കോർപ്പറേറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പനിയാണ്. കോർപ്പറേറ്റ് ബോഡി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനീനെ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഇൻ ദ ഐസ് ഓഫ് ലോ. അതായത് നിയമത്തിന്റെ മുന്നിൽ ഇതൊരു നമ്മളെ പോലുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. ഇതിന് പ്രത്യേകിച്ച് സീല് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ദെൻ ഓൺഡ് ബൈ സ്റ്റേറ്റ് നമ്മൾ പറയുന്നുണ്ട്. ഓൺഡ് ബൈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആയിരിക്കും. ദീസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആർ ഓൺഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. Then managed by board of directors. നമ്മൾ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഏത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ആയാലും ദീസ് ആർ മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ. നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവിടെ ഒരു ഗ്രൂപ്പ്, ഒരു കമ്മിറ്റി അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. അവരാണ് കമ്പനിയുടെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോ പബ്ലിക് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പല ഏരിയയിലുള്ള എന്താ പറയാ ബ്രില്യന്റ് ആയിട്ടുള്ള എക്സ്പെർട്ട് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ദെൻ ആൻസറബിൾ ടു ലെജിസ്ലേച്ചർ. കണ്ടോ, 5th പോയിന്റ് കണ്ടില്ലേ, ആൻസറബിൾ ടു ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാല് വി നോ ദീസ് ടൈപ്പ് ഓഫ് പബ്ലിക് കോർപ്പറേഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ പാസിംഗ് സ്പെഷ്യൽ ആക്ട് ഇൻ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നമ്മൾ പറയുന്നുണ്ട് പാർലമെന്റിൽ സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ അല്ലെ സ്റ്റേറ്റ് അസംബ്ലിയിൽ വെച്ചിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്റിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അവിടെ നമ്മൾ പിന്നെ ഈ ഒരു കമ്പനിയുടെ കേസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ആൻസറബിൾ ടു ലെജിസ്ലേച്ചർ, ആ നിയമസഭയിൽ അല്ലെ പാർലമെന്റ് അത് നമ്മളെ കമ്പനിയുടെ ഒഫീഷ്യൽസ് അതിന് ആൻസർ കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ സാധാരണ പബ്ലിക് കമ്പനികളിൽ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് കണ്ടെത്തിയാല് അത് വലിയ ചർച്ചാ ഡിസ്കസിങ് മാറ്റർ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പാർലമെന്റിന്റെ കേസിലായാലും സ്റ്റേറ്റ് അസംബ്ലിയിലായാലും. അപ്പൊ ആൻസറബിൾ ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ കമ്പനിയെ റൺ ചെയ്യുന്നത് പബ്ലിക്കിന്റെ ക്യാപിറ്റൽ കൊണ്ടാണ്. ജനങ്ങളെ എന്നല്ലേ നമ്മളെ പോലെയുള്ള ജനറൽ പബ്ലിക്കിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്ത ക്യാപിറ്റൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കമ്പനികൾ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിനോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. വലിയൊരു എമൗണ്ട് ഇപ്പൊ കമ്പനിയിൽ നിന്ന് വലിയൊരു എമൗണ്ട് നഷ്ടപ്പെട്ടു പോയി, കാണാനില്ല. അപ്പൊ അത് കൃത്യമായിട്ട് പബ്ലിക്കിനോട് ആൻസർ പറയണം അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതാണ് പറയുന്നത് ആൻസറബിൾ ടു ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാല്.
സെൻട്രൽ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പാർലമെന്റിലായിരിക്കും ആൻസർ പറയേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള കമ്പനി സ്റ്റേറ്റ് അസംബ്ലിയിലാണ് ആൻസറബിൾ ആയിട്ട് വരുന്നത്. ദെൻ റിലേഷൻ വിത്ത് ഗവൺമെന്റ്. ഗവൺമെന്റ് കമ്പനിയാണ്, ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇടയ്ക്കിടെ കാണാൻ വേണ്ടി പറ്റും. ഗവൺമെന്റ് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ കമ്പനികള് എപ്പോഴും ഗവൺമെന്റിന്റെ എന്താ പറയാ ഒരു സൂപ്പർവിഷനിൽ വരുന്ന കമ്പനികളായിരിക്കും. എപ്പോഴും ഇടയ്ക്കിടെ ഗവൺമെന്റിന്റെ കസ്റ്റംസ് അതോറിറ്റിയുടെയും ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഒക്കെ ഇൻസ്പെക്ഷൻ കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തണം. അപ്പൊ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്നതാണ്, ഗവൺമെന്റിന് ഇൻട്രസ്റ്റ് ഉള്ള കമ്പനികളാണ്. ഇതെല്ലാം ഗവൺമെന്റിന്റെ കൺട്രോള് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത്. ഗവൺമെന്റ് റിലേഷൻ വിത്ത് ഗവൺമെന്റ്. ദെൻ ഓൺ സ്റ്റാഫിംഗ് സിസ്റ്റം. ഓൺ സ്റ്റാഫിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് പബ്ലിക് കമ്പനികളിലുള്ള എംപ്ലോയീസ് ഗവൺമെന്റ് സെർവന്റ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് corporation is owned and managed by the government. Its employees are not government servant. അതായത് ഇതില് ഈ പബ്ലിക് കോർപ്പറേഷൻ ഗവൺമെന്റിന്റെ കൺട്രോൾ ഉള്ളതാണെങ്കിലും ഇതിലുള്ള എംപ്ലോയീസ് ആരാവണമെന്നില്ല, ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആവണമെന്നില്ല. അപ്പൊ എംപ്ലോയീസിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? എംപ്ലോയീസിനെ റിക്രൂട്ടഡ്, റെമ്യൂണറേറ്റഡ് ആൻഡ് ഗവേൺഡ് ബൈ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദി കോർപ്പറേഷൻ. കമ്പനിയിൽ ഒരു നിയമമുണ്ട് അല്ലെ, കമ്പനിയിലൊരു നിയമമുണ്ട്. ആ കമ്പനി പറയുന്ന കമ്പനിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ട് കമ്പനിയിലുള്ള ഒഫീഷ്യൽസ് ആണ് അവിടെയുള്ള എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പബ്ലിക് കോർപ്പറേഷനില് പിന്നെ നിങ്ങൾക്ക് കമ്പനിയുമായിട്ട് ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ വേണമെങ്കിൽ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പം നമ്മുടെ കേരളത്തിലെല്ലാം പബ്ലിക് കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. PSC ഒരുപാട് പോസ്റ്റിലേക്ക് PSC കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ അടുത്തിടെ അല്ലെ, പിന്നെ ബന്ധു നിയമനത്തിന്റെ പേരിൽ പല മന്ത്രിമാരും പല കമ്പനികളുടെ പേരും ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അതൊക്കെ പബ്ലിക് എന്റർപ്രൈസസിൽ വരുന്നതാ. അതെല്ലാം പബ്ലിക് കമ്പനികളായിരുന്നു. നമ്മളെ മിനിസ്റ്ററുടെ അടുത്ത റിലേഷനിലുള്ള ആൾക്കാരൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ ഈ ഒരു 1 ഇയറിനുള്ളിൽ നമ്മൾ ഒത്തിരി കമ്പനികളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പബ്ലിക് എന്റർപ്രൈസ് ആണ്. അവിടെയുള്ള എല്ലാ എംപ്ലോയീസും ഗവൺമെന്റ് സെർവന്റ് ആവണമെന്നില്ല. അപ്പോ ഈ പറയുന്ന കമ്പനിയിലുള്ള ടോപ്പിലുള്ള ആൾക്കാർക്ക് അവരെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് ഓൺ സ്റ്റാഫിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല്. ദെൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാല് പബ്ലിക് ഓർഗനൈസേഷൻ ഈസ് നോട്ട് സബ്ജക്ട് ടു ദി ബജറ്റ്. അവര് ബജറ്റിന്റെ അകത്തു നിന്നുള്ള പൈസ അതൊന്നുമല്ല അവരെ മെയിൻ ആയിട്ടുള്ള എമൗണ്ട്. അതായത് ഇവര് ജനറൽ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെ ആശ്രയിച്ചിരിക്കുമ്പോഴാ. അപ്പൊ ഇത് വേറെ ഒന്നിനെ അല്ലെ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള എന്താ പറയാ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റിലെ പൈസ നീക്കി വെക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫണ്ടിന്റെ ആവശ്യം വരുമ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ആവശ്യമായ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാല്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആണ്, ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് അല്ല, ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്താ പറയുക ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. ദെൻ മെറിറ്റ് ആണ് വരുന്നത്. റെഡ് ടേപ്പിസം ഇവിടെ ഞാൻ പറഞ്ഞു, ഈ ഗവൺമെന്റിന്റെ കേസിൽ നമ്മൾ അഡ്വാൻറ്റേജിലും റെഡ് ടേപ്പിസം പറയുന്നുണ്ട്, അതേപോലെ ഡിസഡ്വാൻറ്റേജിലും റെഡ് ടേപ്പിസം പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കണം. അവോയ്ഡ് റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞാൽ റെഡ് ടേപ്പിസം ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ഗവൺമെന്റിന്റെ കൺട്രോൾ ഉള്ളത് കൊണ്ട് എന്നാ പറയാം. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഡിസഡ്വാൻറ്റേജിലും സെയിം പോയിന്റ് പറയും. ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓൾവേസ് വി ക്യാൻ സി റെഡ് ടേപ്പിസം. നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അഡ്വാൻറ്റേജിനെക്കാളും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പബ്ലിക് എന്റർപ്രൈസസിന് കൂടുതലായിട്ട് വരുന്നത് അഡ്വാൻറ്റേജസിനെക്കാളും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. അപ്പൊ ഇനീഷ്യേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാല് ഇവരെ എന്താ പറയുക ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ചേഞ്ചസ് ഒക്കെ എളുപ്പത്തിൽ വരുത്താൻ വേണ്ടി പറ്റും. ഒരു കാര്യം ചില സൂം ഇന്നലത്തെ പോലെ കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അടുത്ത എന്താ പറയുക ഈ സെഷൻ എൻഡ് ചെയ്താൽ നിങ്ങൾ ആ ഒരു ഐഡിയയിൽ തന്നെ ജോയിൻ ചെയ്യാം. ഇനീഷ്യേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഈസി ടു അഡാപ്റ്റ് ചേഞ്ചസ്. പെട്ടെന്ന്, അതായത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞില്ലേ, വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്വന്തമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ
കാര്യങ്ങളിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് പറയാം അല്ല. എപ്പം വേണമെങ്കിലും ചേഞ്ചസ് വരുത്താം, പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൊന്നും ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. അതാണ് ഫ്ലെക്സിബിലിറ്റി. ദെൻ അവോയ്ഡ് റെഡ് ടേപ്പിസം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈസി ടു റേസ് ക്യാപിറ്റൽ, ക്യാപിറ്റല് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതില് അല്ലെ വളരെ എളുപ്പത്തിൽ തന്നെ ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ട് പബ്ലിക് ഇൻട്രസ്റ്റ്. പ്രൊട്ടക്ട് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് ദേ ആർ ആൻസറബിൾ ഇൻ ഫ്രണ്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് അസംബ്ലി. അതുകൊണ്ട് തന്നെ അല്ല ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ കരുതാം these type of public enterprises always protect public interest. പബ്ലിക്കിന്റെ എമൗണ്ട് ആണ്, അപ്പൊ പബ്ലിക് ഇൻട്രസ്റ്റ് പബ്ലിക്കിന്റെ എമൗണ്ട് പ്രൊട്ടക്ട് ചെയ്യും അല്ലെ, നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള നമുക്ക് നോക്കാം. പ്രൊട്ടക്ട് പബ്ലിക് ഇൻട്രസ്റ്റ്. ദെൻ വർക്ക് വിത്ത് സർവീസ് മോട്ടീവ്. ഈ പറയുന്ന പബ്ലിക് എന്റർപ്രൈസസിന്റെ മാത്രല്ല, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഗവൺമെന്റ് കമ്പനി ആയാലും പബ്ലിക് കമ്പനികളായാലും എല്ലാ കമ്പനിയുടെയും മെയിൻ എയിം എന്ന് പറയുന്നത് സർവീസ് മോട്ടീവ് ആണ്. വർക്ക് എഫിഷ്യൻസി ഉണ്ടാവും എന്ന് പറയുന്നു. വർക്ക് എഫിഷ്യൻസി അതായത് ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണ്, മാനേജ്മെന്റ് ടീം ഉണ്ട്. അപ്പൊ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ മാനേജ്മെന്റ് പോസ്റ്റിൽ ഉണ്ടെങ്കിൽ വർക്ക് എഫിഷ്യൻസി എന്തായാലും അല്ലെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ദെൻ സെക്യൂർ ബെനിഫിറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇക്കണോമി. നിങ്ങൾക്ക് ഏതെല്ലോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്കണോമീസ് ഓഫ് സ്കെയിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്താണ്? ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാല് ആർക്കൊന്നും പറയാൻ വേണ്ടി പറ്റുമോ? ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ആണ് പറഞ്ഞത്. അവൈൽ ബെനിഫിറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇക്കണോമീസ്. വാട്ട് ഈസ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ? എനിവൺ ഡു യു നോ ദ മീനിങ് ഓഫ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ? ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്താണെന്നറിയോ? അഡ്വാൻറ്റേജസ് ഓഫ് എന്താണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാല്? ആരെങ്കിലും ഒരാൾ പറയാം. അഡ്വാൻറ്റേജസ് ഓഫ് ഓക്കെ, അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് സെക്യൂർ ബെനിഫിറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇക്കണോമീസ് എന്ന് പറഞ്ഞാല് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്റെ അഡ്വാൻറ്റേജസ്, ദാറ്റ് ഈസ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അതായത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. അതായത് കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും അല്ലെ, അങ്ങനെ ഒരുപാട് കോസ്റ്റ് കുറക്കുമ്പോൾ നമ്മൾക്ക് സെല്ലിംഗ് പ്രൈസ് കുറക്കാൻ വേണ്ടി പറ്റും, പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട് ലാർജ് സ്കെയിൽ ഇക്കണോമീസ്. നമ്മൾ പഠിക്കുന്നത് പബ്ലിക് കമ്പനികളാണ്. പബ്ലിക് കമ്പനികൾ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണ് വരുന്നത്. അതായത് ഹ്യൂജ് ക്യാപിറ്റൽ ഉള്ള ലാർജ് സ്കെയിലിൽ ഫങ്ഷൻ ചെയ്യുന്ന കമ്പനികളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ലാർജ് സ്കെയിലിലായിരിക്കും. സോ they get all the benefit of large scale economies. ലാർജ് സ്കെയിൽ ഇക്കണോമീസിന്റെ അഡ്വാൻറ്റേജസ് എല്ലാം കിട്ടുന്നുണ്ട് ഈ പറയുന്ന കമ്പനികൾക്ക്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി ലിമിറ്റേഷൻ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. കണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞു അഡ്വാൻറ്റേജസിൽ നമ്മള് എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അഡ്വാൻറ്റേജസിൽ നമ്മൾ പറഞ്ഞ അവോയ്ഡ് റെഡ് ടാപ്പിസം, ഇനീഷ്യേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ നിങ്ങൾക്ക് ലെസ് ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഉള്ള പവേഴ്സ് ഫ്രീഡം കുറവായിരിക്കും. ഓക്കെ, ഫ്രീഡം ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള എന്താ പറയാ ഫ്രീഡം വളരെ കുറവാണ് ഉണ്ടാവുക. കാരണം ഗവൺമെന്റിന്റെ കൺട്രോളിലാണുള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് ആ ഒരു റൂള് ഒരു ഡിസിഷൻ ആ ഒരു കാര്യം പാർലമെന്റിൽ പാസ്സായിട്ട് വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീഡം കുറവാണെന്ന് പറയാം. അതാണ് ലെസ് ഓട്ടോണമി എന്ന് പറഞ്ഞാല്. ഇൻഫ്ലെക്സിബിലിറ്റി ഓൾറെഡി അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കിയത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ് എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇൻഫ്ലെക്സിബിലിറ്റി കാണാം. കാരണം ഒരു പെട്ടെന്ന് കമ്പനിക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നത് പോസിബിൾ അല്ല. കമ്പനിയിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ പാസ്സാക്കി വന്നതിന് ശേഷം മാത്രമേ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ആ ഒരു ടൈം കഴിഞ്ഞു പോയാൽ പിന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാല്. ദെൻ
ക്ലാഷ് എമംഗ് ഡൈവേർജന്റ് ഇൻട്രസ്റ്റ്. ഇവിടെ പറയുന്നത് ഗവൺമെന്റിന്റെ അണ്ടറിൽ കുറെ എംപ്ലോയീസ് ഉണ്ടാവും എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അവിടെയുള്ള മാനേജിംഗ് കമ്മിറ്റിയിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പല ആൾക്കാരുണ്ടാവും. അപ്പൊ എന്താ പറയാ, അവിടെ എല്ലാ ആൾക്കാരെയും ഇൻട്രസ്റ്റ് ഒരേപോലെ ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷനിൽ ഈ പറയുന്ന അവിടെയുള്ള മെമ്പേഴ്സ് തമ്മിൽ ക്ലാഷ് മീൻസ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഏത് ലാർജ് സ്കെയിൽ ആൾക്കാരെണ്ണം കൂടുന്നതിന് കണക്കായിട്ട് നമുക്കറിയാം. ഒരാള് ബിസിനസ് നടത്തുന്നതും ഒരു കുറെ ആൾക്കാർ ഒരുമിച്ചുള്ള ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആ ഒരു ഗ്രൂപ്പും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഒപ്പീനിയന്റെ ബേസിലൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്, ക്ലാഷ് എമംഗ് ഡൈവേർജന്റ് ഇൻട്രസ്റ്റ്. ദെൻ ഇഗ്നോർ കമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾ. നമ്മളൊരു ബിസിനസ് ആണ് പഠിക്കുന്നത് അല്ലെ, നമ്മൾ ബിസിനസ് ആണ് പഠിക്കുന്നത്. ബിസിനസ്സിലെ മെയിൻ ആയിട്ട് കമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് റിസ്ക് കൂടുന്തോറും പ്രോഫിറ്റ് കൂടും. റിസ്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും എന്നുള്ളത്